സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഗ്ലാസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞങ്ങളത് കയറി കണ്ടു. മനോഹരമായിട്ടാണ് ഗ്ലാസ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇതെല്ലാം ഗ്ലാസും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല വരെയതെ ഗ്ലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ഇതെല്ലാം ഗ്ലാസും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ആമയൊക്കെ, പിന്നെ ഞണ്ട്, പിന്നെ മീനുണ്ട്, അങ്ങനെ പല പല ഐറ്റങ്ങളുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് പതിയെ തിരക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഇനി 3 മണിക്കൂർ യാത്രയുണ്ട്. ബോട്ടിൽ തന്നെയാണ് യാത്ര. അപ്പോൾ ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനി ബോട്ടിൽ കയറാൻ പോവാണ്. അടുത്ത സ്ഥലം സെൻറ്റ് മാർക്കോയിലേക്കാണ് പോകുന്നത്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ വീണ്ടും ബോട്ടിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് 3/4 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത് മാർക്കോ. അവിടെ എന്താണെന്ന് അറിയത്തില്ല. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. ബ്രോ, അടുത്ത സ്ഥലം എങ്ങോട്ടാണ്? സെന്റ് മാർക്കോ. ഓക്കെ, പിന്നെ അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ കാണാൻ? പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്റ് മാർക്കോ സ്ക്വയർ, ഇതാണ് ഏറ്റവും അവിടെ ഒരു പള്ളിയുണ്ട്. ഓക്കെ, അങ്ങനെ ബോട്ടിൽ കയറി. ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലം മാർക്കോയിലേക്കാണ് പറഞ്ഞത്. നമുക്കവിടെ ചെന്നിട്ട് കാണാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. ഓക്കെ, നല്ല വെയിലുണ്ട്, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അയ്യോ, അതാ ഗൈസ്, ഇതേ ബോട്ട് അടുപ്പിക്കുകയാണ്. ഇതാണെന്ന് തോന്നുന്ന സ്ഥലം മാർക്കോ. മറ്റേ സിനിമ പേര് വല്ലതും ആണോ ഒന്നും അറിയത്തില്ല. ഏതാണ്ട് വേറൊരു പേരും കൂടെ ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ബ്രോ, സ്ഥലത്തിൻ്റെ പേരെന്താ? മാർക്കോ, സാൻ മാർക്കോ എന്നാണ് പറഞ്ഞത്. സിനിമയുടെ മാർക്കോ അല്ല കേട്ടോ, ഇത് വേറെ സ്ഥല പേരാണേ. ഹായ് ബ്രോ. ഗൈസ്, അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇനി ബ്രോഡൊക്കെ ചോദിക്കണം. പേര് നേതാവ് ഇതേ നിൽക്കുന്നു, ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സെന്റ് മാർക്കോസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ സ്ഥലം
അതെ നമുക്ക് പോവാം. ഞാൻ എല്ലാവരോടും പറയുന്നത് അല്ല ഒറ്റപ്പെട്ട് വരുവാണ്, കൂട്ടം തെറ്റുവാണെങ്കിൽ കൂട്ടം തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2:45 3 മണി. അതെ, അല്ല നമുക്ക് 2:45 നമ്മൾ ഇവിടെ എത്തണം. 2:45 ഇവിടെ എത്തുന്നു. വണ്ടി നമുക്ക് ആ സമയം. അല്ല പണിക്ക് വന്നാൽ ബോട്ട് വരണ്ടേ? അതെ, 3 മണിക്ക് വരും. പക്ഷേ 3 മണിയാകുമ്പോഴേക്കും നമുക്ക് വണ്ടി കയറി നമുക്ക് 3 മണിക്ക് കറക്റ്റ് ടൈമിൽ പോകാമല്ലോ. 2:45 വന്നാൽ അത്ര നല്ലത്. അതാ ഞാനും പറഞ്ഞത് 2:45 50 എത്തണം മിനിമം. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് അല്ലേ? തിരക്കല്ലേ? ഭയങ്കര തിരക്ക്. അതെ 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 അതെ, അടിപൊളി. അടിപൊളി. സ്ഥലമൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അതെ, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ അതെ, അടുത്ത ഞങ്ങൾ പോവാണ്, പള്ളിയിലോട്ട് പോവാണ്. അതെ അതെ, മാർക്കോ പള്ളി. അതെ, മാർക്കോ പള്ളി, സെന്റ് മാർക്കോ പള്ളിയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല തിരക്കാട്ടോ. മറ്റേ ക്യാമറ കണ്ടോ ഗൈസ്, ഭയങ്കര തിരക്കാണ്. പിന്നെ ഓരോരോ കടകളൊക്കെ ഉണ്ട്. ഞാൻ വെനീസ്. അതെ അതെ, അടിപൊളി ഗ്ലാസ്. ഇപ്പൊ നമ്മൾ അവിടെ കണ്ട എത്രയും വരും. ഗൈസ് ഞങ്ങളിപ്പം പള്ളിയിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് വെനീഷ്യ, വലിയ പള്ളിയാണ്. So, guys, can you see That's correct. So this is exactly what's behind that. ഗൈസ് ഒന്നും പറയാനില്ല. അയ്യോ, എന്നാ വലിയ മുട്ടൻ പള്ളിയാ, ഒരു രക്ഷയില്ല. അടിപൊളി, ഭയങ്കര തിരക്കാണ്. കണ്ടോ എന്നാ ജനക്കൂട്ടുവാ. ഗൈസ് അങ്ങനെ ഇവിടുന്ന് പയ്യെ തിരക്കിയാണ്. നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരി ഗൈസ്, അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ബോട്ടെ കയറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫാദർ. ഹായ്, നമ്മളിനി മുകളിലേക്കാണ് പോകുന്നത്. അയ്യോ നല്ല വെയിലുണ്ട്. ഗൈസ് അങ്ങനെ ബോട്ടെ കയറി, ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി. കുറേയില്ല, കുറച്ച് പേര് മുകളിൽ ഇരിപ്പുണ്ട്, കുറച്ച് പേര് താഴെ ഇരിപ്പുണ്ട്. അപ്പം ഗൈസ് നമുക്ക് അടുത്ത എവിടെ നിന്നാണോ കയറിയത് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫൈനലി എല്ലാം കണ്ടു കഴിഞ്ഞു വന്നിരിക്കുകയാണ് തിരിച്ച് സ്ഥലത്തേക്ക്. ബസ് വന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനി നേരെ വീട്ടിലേക്കാണ്. ഒറ്റ യാത്ര, ഒരു 8 മണിക്കൂർ യാത്ര ഉണ്ടാവും. ഇനിയിപ്പം പാട്ടുകളൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത്. ഇനി അങ്ങോട്ട് തുള്ളിച്ചാണ് വണ്ടിക്കകത്ത് ഇരുന്നത്. ഡാൻസും കൂത്തും പാട്ടും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാണ്ട് കാണുക. ഓക്കെ ഗൈസ്. അപ്പം ഞാനിപ്പം നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, ഈ ഒരു ലൈഫ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ലൈഫാണിത് ഗൈസ്. അങ്ങനെ ഫൈനലി വണ്ടി കയറിയിരിക്കുകയാണ്. വണ്ടി മൂവ് ചെയ്തു. ഇനി പതിയെ വീട്ടിലേക്കാണ്. ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ട് നിർത്താൻ, ഫുഡ് കഴിക്കാനായിരിക്കും. കണ്ടോ, യാത്ര ആരംഭിച്ചു അല്ലേ? ഓക്കെ ഗൈസ്, അടുത്ത സ്റ്റോപ്പ് വല്ല നിർത്തുമായിരിക്കും. അത് വീണ്ടും കാണാം ഗൈസ്. അങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു ഒരു കടയുടെ ഫ്രണ്ടിലേക്ക്. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞാൻ ഓൾറെഡി കഴിച്ചതാണ്. ഇനിയിപ്പം ബസ്സിൽ തന്നെ ആണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കേ
ഗൈസ് അങ്ങനെ അരമണിക്കൂർ നിർത്തിയിട്ടു ബസ്. എല്ലാവരും ഇറങ്ങി അതേ രീതിയിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വന്നു. ഇനി ബസ് വഴിയെ സ്റ്റാർട്ട് എടുക്കാൻ തുടങ്ങുവാണ് ബസ്. ഒരു 10 മണിയൊക്കെ ആകുമ്പം കർമ്മയിൽ എത്തും എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പം ഇനിയിപ്പം അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ബൈ. ഇനി വീഡിയോ ഇല്ല കേട്ടോ, ഇനി കർമ്മയിൽ എത്തിയിട്ടേ വീഡിയോ ഉള്ളൂ. ഓക്കെ, അപ്പം പാട്ടൊക്കെ ഇടുമായിരിക്കും. തുള്ളിക്കളി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ. മെട്രോ എടുത്ത് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ടൂറൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കമൻ്റൊക്കെ രേഖപ്പെടുത്തുക. എങ്ങനെ നല്ലതാണോ ചീത്തയാണോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ഒന്ന് ചെയ്താക്കണം. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്യണം. ഒരു 500 ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി മറ്റൊരു വീഡിയോ കാണാം. ബായ്.